ശബരിമല എന്ന് പറയുമ്പോൾ ചില വിവാദങ്ങൾ കൂടി വന്നപ്പോൾ അതൊന്ന് പരിശോധിക്കണമല്ലോ. 18-ാം പടിയിലെ ഫോട്ടോഷൂട്ടിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പോലീസുകാർക്കെതിരെ നടപടി സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് നൽകും. വിഷയത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം നിർണായകമാകും. 23 പോലീസുകാരെയും തീവ്രപരിശീലനത്തിന് അയക്കാനും ആണ് തീരുമാനം. തിങ്കളാഴ്ച ചുമതല ഒഴിഞ്ഞ സന്നിധാനത്തെ 18-ാം പടി ഡ്യൂട്ടിക്കാരായ പോലീസുകാരാണ് വിവാദത്തിലായത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ 18-ാം പടിയിലെ ഫോട്ടോഷൂട്ടിൽ എടുത്ത നടപടി എന്ന് പറയുന്നത് 23 പോലീസുകാരെയും തീവ്ര പരിശീലനത്തിന് അയക്കുക എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ നൽകുക. അപ്പോൾ ഈ റിപ്പോർട്ടിൽ മറ്റെന്തെങ്കിലുമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെ സംഭവിച്ചു, തുടർന്നെടുത്ത മറ്റു നടപടികളെ കുറിച്ചൊക്കെ? വീണ, സന്നിധാനത്ത് ആചാരലംഘനം ഉണ്ടായതിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നതും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ആചാര ലംഘനം ഉണ്ടായത് വലിയ രീതിയിൽ വിവാദമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം ഈ ഫോട്ടോഷൂട്ട് പരാമർശത്തിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഹൈന്ദവ സംഘടനകൾ അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സർക്കാർ ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചത്. ശബരിമല സ്പെഷ്യൽ പോലീസ് ഓഫീസറെ ശ്രീജിത്തും അതുപോലെ തന്നെ നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, അതുപോലെ സന്നിധാനം സ്പെഷ്യൽ ഓഫീസറായ കെ ഇ ബൈജു എന്നിവരുടെയൊക്കെ ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ സർക്കാർ തയ്യാറാകുന്നത്. ഈ തിരുവനന്തപുരത്തെ SAP ക്യാമ്പിൽ 23 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ വിവാദത്തിലേക്ക് വന്നത്. ഇവരെ അതിതീവ്ര പരിശീലനത്തിന് വിധേയമാക്കണമെന്നാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന സമീപനമെന്നാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ KIP ക്യാമ്പിലേക്ക് അയക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് ഇനി സർക്കാർ സമർപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കൂടുതൽ ഇത് കോടതിയിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് ഇനി കൂടുതൽ എന്താണ് കോടതി ഇതിനകത്ത് പരാമർശിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിതീവ്ര പരിശീലനം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് തരത്തിലുള്ള നടപടികളായിരിക്കുമെന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത പറയുന്നുമില്ല. അതായത് അതിതീവ്ര പരിശീലനം എന്നതുകൊണ്ട് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നതടക്കമുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരു വ്യക്തത കൂടി വരേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. കോടതിയാണ് ഇനി ഇതിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി എന്ത് പറയുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഏതായാലും പോലീസുകാരുടെ ഭാഗത്തുണ്ടായത് വലിയ വീഴ്ചയാണ്, ഗുരുതരമായ വീഴ്ചയാണ്. നമുക്കറിയാം സന്നിധാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ 18-ാം പടിയെക്കുറിച്ചും ഭക്തർ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് നമുക്കറിയാം. കാരണം വളരെ പരിപാവനമായി കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് ഭക്തർ. വളരെ പുണ്യമായി ഓരോ പടികളും തൊട്ട് കയറാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ തൊട്ട് തൊഴുതുകൊണ്ട് മലചവിട്ടാൻ കയറുമെങ്കിൽ അത്രത്തോളം പുണ്യമെന്ന് കരുതുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഈ പോലീസുകാർ ഇത്തരത്തിലൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് തന്നെയാണ് അതീവ ഗൗരവമായി കാണുന്നത്. കാരണം ഈ നിലവിൽ നമുക്കറിയാം സന്നിധാനത്തെ ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു സംവിധാനം അനുസരിച്ച് മറ്റ് സംഘടനകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ആചാര സംരക്ഷണം ഇപ്പോൾ ഈ പോലീസാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആചാരങ്ങൾക്കൊന്നും കോട്ടം തട്ടാതെ അവിടെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല ഈ പോലീസുകാർക്കാണുള്ളത്. എന്നാൽ ആ പോലീസുകാർ തന്നെ ഇത്തരത്തിലുള്ളൊരു വൈകൃതം കാണിച്ചു എന്നതാണ് ഏറ്റവും ഗൗരവപരമായ കാര്യം. പലതവണ നമുക്കറിയാം ഈ സന്നിധാനത്തിലേക്കുള്ള ഈ 18-ാം പടിയെ കുറിച്ചും 18-ാം പടിയിലേക്ക് കയറുന്ന അടക്കമുള്ള ചില നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് ഭക്തർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അത്തരം നിർദ്ദേശങ്ങളെല്ലാം പാലിക്കപ്പെടാൻ, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ബാധ്യതയുള്ളൊരു ആ സംഘമാണ് ഇത്തരത്തിൽ ഈ ശബരിമലയെ അല്ലെങ്കിൽ സന്നിധാനത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ അറിവോടുകൂടി ആയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ 23 ഉദ്യോഗസ്ഥരും ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുമ്പോൾ, ഈ ഫോട്ടോഷൂട്ട് നടക്കുമ്പോൾ നമുക്കറിയാം ഈ ചിത്രങ്ങൾ നോക്കുമ്പോൾ അതിൽ കാണാൻ കഴിയുന്നുണ്ട്. കാരണം 23 ഉദ്യോഗസ്ഥരും ഇങ്ങനെ പടിയുടെ പല ഭാഗങ്ങളിലായി നിൽക്കുകയും അതുപോലെ തന്നെ 18-ാം പടിയിലെല്ലാം നിരന്നു നിന്നുകൊണ്ട് ഈ ഫോട്ടോഷൂട്ട് എടുക്കുന്നതിന് തന്നെ കുറച്ച് സമയം ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും സമയം ഇത്തരത്തിൽ നിന്നുകൊണ്ട് ഫോട്ടോഷൂട്ട് എടുക്കുമ്പോൾ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതൊന്നും കണ്ടില്ല എന്ന് പറയുന്നതിൽ തന്നെ ഒരു വലിയ, അതിൽ കണ്ടില്ല എന്നോ അല്ല അറിഞ്ഞില്ല എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശ്വസിക്കാനും കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇതിലൊരു അപാകത സംഭവിച്ചുകൊണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ 23 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് അതിതീവ്ര പരിശീലനത്തിന് വിധേയരാക്കും, KIP ക്യാമ്പിലേക്ക് അയക്കുമെന്നാണ് പറയുന്നത്. കണ്ണൂരെ KIP ക്യാമ്പിലേക്ക് അയക്കുമെന്നും ആണ്
അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ കൂടുതൽ വ്യക്തതയിലേക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്താണ് നടപടി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഇത് കൊണ്ട് മാത്രം തൃപ്തരാകുമോ അല്ലെങ്കിൽ മറ്റു നടപടിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയണമെങ്കിൽ ഈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഹൈക്കോടതിയുടെ ഒരു ഭാഗത്ത് എന്ത് പറയുന്നു അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വീകരിക്കുന്ന നടപടി എന്താണ് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ ഇവർക്കെതിരെ നടപടി എന്തെങ്കിലും ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പറയാൻ കഴിയും. നിലവിൽ സർക്കാരിന്റെ ഭാഗത്തും ഇത്തരത്തിൽ അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നടക്കമുള്ള കടുത്ത ഒരു അനാസ്ഥയുണ്ടെന്നടക്കമുള്ള ആണ് എടുത്തു പറയേണ്ടത്. ഇതിലാണ് പ്രതിഷേധവും ശക്തമാകുന്നത്. എന്തായാലും ഹൈന്ദവ സംഘടനകളടക്കം വലിയൊരു പ്രതിഷേധം ശക്തമാക്കിയതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ സർക്കാർ ഒരു കണ്ണിൽപ്പൊടിയുടെ നയം എന്ന നിലയിലേക്കെങ്കിലും പറയുകയാണെങ്കിൽ മാത്രം ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുമെന്ന് പറയാൻ കഴിയും. അതും എടുത്തു പറയേണ്ടത് ഹൈക്കോടതിയുടെ ഭാഗത്തും ഇത്തരത്തിലുള്ള വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെടുക ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ഒരു നടപടി എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളവർക്ക് അതിതീവ്ര പരിശീലനത്തിന് അയക്കാമെന്ന നിലയിലേക്ക് സർക്കാരും എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇനി കൂടുതൽ വിവരങ്ങൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഹൈക്കോടതി എന്ത് പറയുന്നത് നടപടി വേണമെന്ന തരത്തിൽ തന്നെയാണല്ലോ പോലീസ് റിപ്പോർട്ട്. അതായത് ADGP കൃത്യമായി തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഗൗരവമേറിയ ഒരു നിലപാടെടുത്തു എന്നത് സത്യമാണ്. കാരണം അങ്ങനെ നിൽക്കാൻ പാടില്ല. എന്തിന് ഒരു ഫോട്ടോഷൂട്ട്? അതാണ് ഏറ്റവും ശ്രദ്ധേയം. ശബരിമലയിൽ എവിടെയും ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ആകാമോ പോലീസുകാർക്ക് ഡ്യൂട്ടിയിലുള്ള സമയത്ത്? ആ സാഹചര്യത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെ റിപ്പോർട്ട് ഈ പോലീസുകാർക്കെതിരാണ്. കൃഷ്ണരാജ്, ഈ റിപ്പോർട്ട് 23 പോലീസുകാർക്കും എതിരാണ്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതിതീവ്ര പരിശീലനം എന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ KAP ക്യാമ്പിലേക്ക് അയക്കും അതിതീവ്ര പരിശീലനത്തിൽ എന്നാണ് ഇപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ആ പരിശീലനം എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം മതിയാകുമോ ഇവർക്ക് ഈ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പണിഷ്മെന്റ് എന്നതടക്കമുള്ളതാണ് ഇനി എടുത്ത് പറയേണ്ടത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിൽ വിവാദമായത് അതിൽ എടുത്തു പറയേണ്ടത് വിവാദമായതിന് പിന്നാലെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ADGP അടക്കമുള്ളവർ ഇത്തരത്തിൽ ഒരു നിർദ്ദേശത്തിലേക്ക് വന്നത്. കാരണം ഈ സന്നിധാനത്തിൽ അല്ലെങ്കിൽ ഈ ശബരിമലയിലും അടക്കം പോലീസുകാർക്കും നിബന്ധനകൾ ഉണ്ട്. ആ നിബന്ധനകളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഫോട്ടോഷൂട്ടിലേക്ക് കടന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ADGP സന്നിധാനം ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഈ പോലീസിന്റെ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീജിത്തിന്റെ ഭാഗത്ത് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായൊരു അച്ചടക്ക ലംഘനം അല്ലെങ്കിൽ ആചാര ലംഘനം നടന്നു എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിലും പറയുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് നൽകുന്ന അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നതാണ് ഈ അതിതീവ്ര പരിശീലനം എന്ന് പറയുന്നത്. അതും അത്തരത്തിൽ നടപടികളിലേക്ക് എത്തിയത് ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി കൊണ്ടു തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും നടപടി ഇവർക്കെതിരെ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. കോടതിയുടെ ഭാഗത്ത് ഇനി എന്ത് പരാമർശം ഉണ്ടാകുന്നതെന്ന അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടിയിലേക്കോ അല്ലെങ്കിൽ ഇതിലും കടുത്ത നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സസ്പെൻഷൻ അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ കോടതിയുടെ പരാമർശത്തോടുകൂടി 18ാം പടിയിലെ ഫോട്ടോഷൂട്ടിൽ പോലീസുകാർക്കെതിരായ നടപടിയിൽ റിപ്പോർട്ട് ഇന്ന് പോലീസ് ഹൈക്കോടതിക്ക് നൽകും. വിഷയത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം വളരെ നിർണായകമാകും. 23 പോലീസുകാരെയും തീവ്രപരിശീലനത്തിന് അയക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഹൈക്കോടതി പറയുന്നത് കൂടി പരിഗണിച്ചാവും തീരുമാനമുണ്ടാവുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത്.